തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സ്നേഹിത, ജീവിതം നീണ്ടു നീണ്ടു പോകുമെന്ന് കരുതുന്ന വിഡ്ഢികളാണ് നമ്മൾ. കൊച്ചുകുട്ടികളെ നോക്കുക. അവർ കരുതുന്നു ഇനിയും സമയമുണ്ടെന്ന്. അവർക്ക് ജീവിതം കളിതമാശയാണ്. കളിപ്പാട്ടങ്ങളിലൂടെ അവർ ജീവിതത്തെ ഒരു തമാശയാക്കി മാറ്റുന്നു. യുവതിവാക്കന്മാരെ നോക്കുക. അവരും കരുതുന്നു ഇനിയും സമയമുണ്ടെന്ന്. അവർക്ക് ജീവിതം ഒരു ഉത്സവമാണ്. ലോകത്തിൻ്റെ സുഖലോലുപതയും വൈകി ജീവിതത്തെ ഒരു ഉത്സവമാക്കി മാറ്റുന്നവർ. മധ്യവയസ്കരെ നോക്കുക. അവർ ജീവിതത്തിൻ്റെ തിരക്കിലാണ്. സമ്പത്തുകൾ ശേഖരിക്കുവാൻ, പ്രശസ്തരാകുവാൻ, കൊട്ടാരമുള്ള വീട് പണിയുവാൻ. അവരും കരുതുന്നു ഇനിയും സമയമുണ്ടെന്നാണ്. എല്ലാവരും ഒരു നാൾ കൈവിട്ടു പോകുമെന്നുറപ്പുള്ള ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി അവരുടെ പ്രിയപ്പെട്ട ജീവിതം വിടികൊടുക്കുന്നു. എന്തൊരു വിഡ്ഢിത്തമാണിത്! ഒരു ദിവസം കൊട്ടാരംപള്ളി വീടൊക്കെ ഇവിടെ ഉണ്ടാകും, സമ്പത്തുകൾ ഇവിടെ ഉണ്ടാകും. അതിലൂടെ ജീവിതം ആസ്വദിക്കണമെന്ന് കരുതുന്ന നമ്മൾ മാത്രം ഇവിടെ ഉണ്ടാകില്ല. ആഘോഷനായ ധനവാനെ പോലെ പ്രതീക്ഷിക്കുന്നു അത്ഭുതം സമ്പത്ത് അവന് കിട്ടിയപ്പോൾ അത് ശേഖരിക്കുവാൻ തൻ്റെ പഴയ കളപ്പുര തികയാതെ വന്നപ്പോൾ പുതിയതൊന്ന് പണിയാൻ ആഗ്രഹിച്ച രാത്രിയിലാണ് ആത്മാവ് തിരികെ എടുക്കപ്പെട്ടത്. അങ്ങനൊരു ദുരന്തം നമുക്ക് സംഭവിക്കണം. ഓർക്കുകയാണ്, ഒരു കൊച്ചുകുട്ടി കടൽ തീരത്തൊരു മൺവീട് പണിയുക. നേരം സന്ധ്യയാകാറായപ്പോൾ അപ്പം അടുത്ത് വന്നിട്ട് പറഞ്ഞു, മകനെ, സമയമായി, നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ? അപ്പം കുഞ്ഞ് നിഷ്കളങ്കതയോടെ അപ്പനോട് പറയുന്നുണ്ട്, അപ്പ, എൻ്റെ മൺവീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പോൾ ആ പിതാവ് പറഞ്ഞു, മകനെ, ഇത് വെറും മൺവീടാണ്. ഒരു തിരമാല അടിച്ച തകർന്നു പോകാനുള്ള വീട്. നിൻ്റെ വീട് അങ്ങ് ദൂരെയാണ്. അവിടെ നിൻ്റെ അമ്മയും പ്രിയപ്പെട്ടവർ നിനക്കായിട്ട് കാത്തിരിക്കുന്നു. നമുക്ക് പോകാം. അത് കേട്ടതും ആ കുഞ്ഞ് തന്നെ നിഷ്കളങ്കമായി കൈകൊണ്ട് ആ മൺവീട് തകർത്ത് പിതാവിൻ്റെ കരം പിടിച്ച് വീട്ടിലേക്ക് പോയി. ഇതാണ് ജീവിതം. നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ സ്വപ്നങ്ങളുടെ മൺവീടുകൾ ഇങ്ങനെ പണിത് കൊണ്ടിരിക്കുക. ഒരു ദിവസം സമയമാകും, ദേവിപിതാവ് വിളിക്കും. അപ്പോൾ ഈ മൺവീടൊക്കെ തകർത്ത് ആ ദേവിപിതാവിൻ്റെ കരം പിടിച്ച് വീട്ടിലേക്ക് പോകുന്ന ആ ദിവസത്തിന് പറയുന്ന പേരാ മരണം. ഈ ഭൂമിയെ കെട്ടിപ്പൊക്കുന്നതൊക്കെ പാഴ, സമ്പാദിച്ചു കൂട്ടുന്നതൊക്കെ പാഴ. കീടവും കള്ളനുമൊക്കെ കവർന്നെടുക്കാത്ത അനശ്വരമായ നന്മകൾ ശേഖരിക്കാനായിട്ട് പരിശ്രമിക്കുക. ഈ ഭൂമിയിലുള്ളതൊന്നും നമ്മുടേതല്ല. മരണം പറയുന്നു, നിത്യതയാണ് നമ്മുടെ ഇടമെന്ന്. നിത്യതയെ ലക്ഷ്യമാക്കി ജീവിതത്തെ ക്രമപ്പെടുത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ.